പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കിക്കുക എല്ലാവരും. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വിത്ത് ദ റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റിംഗ്. അപ്പൊ നമുക്ക് ആദ്യം ഓരോ തന്നിട്ടുള്ള കാര്യം മുതൽ ചെയ്യാം. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു എത്ര ഓം തന്നിട്ടുള്ളേ? ആർ ഇസ് ഈക്വൽ ടു ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് 920 ആണ് തന്നിട്ടുള്ളത് കേട്ടോ, 920. അപ്പൊ നമ്മൾ വിചാരിക്കരുത് ഇത് വലിയൊരു സംഖ്യയാണല്ലോ തന്നിട്ടുള്ളതെന്ന് വിചാരിക്കല്ലേ. ഈസിയാണേ. 230 വോൾട്ട്. വോൾട്ട് ഇസ് ഈക്വൽ ടു 230. അതായത് ഇവിടെ കറണ്ട് തന്നിട്ടില്ല കേട്ടോ. ഓക്കെ, കറണ്ടിന് പകരം തന്നിട്ടുള്ള വോൾട്ടേജ്. അപ്പൊ നമുക്ക് വേറെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. 10 മിനിറ്റിൽ ഉണ്ടാവുന്ന ഹീറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടൈം തന്നിട്ടുള്ളത് 10 മിനിറ്റാണ്. 10 മിനിറ്റ്. 10 മിനിറ്റിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണ്ടേ. സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇൻറ്റു എത്രയാന്ന് പറഞ്ഞേ ഇൻറ്റു 60 സീക്വലിൽ എത്ര കിട്ടും നമുക്ക്? 600 സെക്കൻഡിന് കിട്ടും. നമുക്ക് എന്താ കാണണ്ടേ? എച്ച് അല്ലേ കാണേണ്ടത്. എച്ച് കാണണം. തന്നിട്ടുള്ള കാര്യങ്ങൾ ആർ ഉണ്ട്, വി ഉണ്ട്, ടി ഉണ്ടെങ്കിൽ നമുക്കറിയാം എച്ച് സീക്വൽ ടു ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇട്ടാ വി സ്ക്വയർ ടി ബൈ ആർ ആണ്. അപ്പൊ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. പറഞ്ഞേ, വി എന്ന് പറഞ്ഞാൽ എത്രയാ? 230 അല്ലേ? 230ന്റെ സ്ക്വയർ. 230ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 230 ഇൻറ്റു 230 എഴുതാലോ. ഓക്കെ, ഞാനിപ്പോൾ ആദ്യം ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. 230ന്റെ സ്ക്വയർ. 230ന്റെ സ്ക്വയർ പിന്നെ എന്തുട്ടാ? ഇൻറ്റു ടി. ടൈം എത്രയാ? 600 അല്ലേ? സോ ഇൻറ്റു 600 ഓൾ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാ? 920. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക എന്താണെന്നറിയോ? ചേട്ടാ അത് വലിയ സംഖ്യ വെച്ചിട്ടൊക്കെയാണല്ലോ നമുക്ക് ഡിവിഷനൊക്കെ വരുന്നതെന്നൊക്കെ വിചാരിക്കും. സിമ്പിൾ ആണേ. നോക്കിക്കേ, ഇവിടെ ഇതാ ഈ ഒരു കാര്യം നോക്കൂട്ടാ. ഈ 230ന്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? 230 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 230 ഇൻറ്റു 230 അല്ലേ? അത് അതേപോലെ തന്നെ എഴുതി വെച്ചു. ഇൻറ്റു ബാക്കി എത്രയുണ്ട് അവിടെ? 600 ഉണ്ട്. ഓൾ ഡിവൈഡഡ് ബൈ 920. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരിക്കലും SSLC എക്സാമിന് ഇത്ര വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും തരില്ല. ഒന്നാമത്തെ കാര്യം, അത്രയും ഇത് നമ്മൾ ചെയ്യുന്ന ഫിസിക്സാ, മാത്സ് അല്ല. മാത്സ് ആണെങ്കിൽ മേ ബി അത്ര വലിയ ക്വസ്റ്റൻസ് ഒക്കെ തരാം, പക്ഷെ നോർമലി അങ്ങനെ തരില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഇത്രയും വലിയ സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ട കാര്യം നമുക്ക് ഇതിൽ വരുന്നില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ എന്തെങ്കിലും വെട്ടിച്ചെറുതാക്കാനായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവാം. എന്താ വെട്ടിച്ചെറുതാക്കാനായിട്ടുള്ള? ഒന്ന് നോക്കിക്കേ, ഇതേ സംഭവം കേട്ടോ. ഇവിടുന്ന് മുതൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഇതുവരെ ക്ലിയർ ആണല്ലോ. ഇവിടുന്ന് മുതൽ നമുക്കത് ചെയ്യാം. ഓക്കെ, അവിടെ നോട്ടെ. യെസ്, ഇവിടുന്ന് മുതൽ ചെയ്യാം കേട്ടോ. ശ്രദ്ധിച്ചോളൂ, ഈസിയാണ്. ഇതുവരെ ക്ലിയർ ആണല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതും അല്ലെങ്കിൽ ഇതും അല്ലെങ്കിൽ ഇതുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്. എന്തോ കണക്ഷൻ ഉണ്ടാവും. ഡെഫിനറ്റ്ലി എന്തോ കണക്ഷൻ ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ആ കണക്ഷൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒന്നെങ്കിൽ ഇവിടെ തമ്മിലായിരിക്കും കണക്ഷൻ ഉണ്ടാവുക. 230ഉം 920 തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അതായത് നോക്കിക്കേ, 230 ഇൻറ്റു എത്രയെങ്കിലും ആയിരിക്കും ചിലപ്പോൾ 920 എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്റ്റൻസ് ചെയ്ത് നോക്കാം. 230 ഇൻറ്റു ഫോർ എക്സാമ്പിൾ ഒരു 4 ചെയ്ത് നോക്കാം. 230 ഇൻറ്റു 4 0, 3 4 12 2 ബാക്കി 1, ഒരു 4 4 2 4 8 8 1 9. 920 കറക്റ്റ് ആണല്ലോ. 920 ഇത് കിട്ടി. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് പറഞ്ഞു നോക്കിക്കേ. യെസ്, നമുക്കൊരു കാര്യം മനസ്സിലായി. 230 230 ഒരു പ്രാവശ്യം, 920 230 4 പ്രാവശ്യം. മനസ്സിലായല്ലോ? അതായത് നമുക്ക് എഴുതാം 1 ഇൻറ്റു 230 ഇൻറ്റു 600 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. എന്നെഗെയിൻ ഇതിന് വീണ്ടും നമുക്ക് ഇനി കട്ട് ചെയ്യാനായിട്ടുള്ളത് നോക്കിക്കേ. ഇനി ഇതിലേതെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും. ഇതും കട്ട് ചെയ്ത് കളയാലോ. എങ്ങനെ കട്ട് ചെയ്ത് കളയുന്നേ? 600 ഡിവൈഡഡ് ബൈ 4. 600 ഡിവൈഡഡ് ബൈ 4. 6ൽ 4 ഒരു പ്രാവശ്യം, 4 പോയി, ബാക്കി 2. 20ൽ എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. എത്ര പോയി? 20 ഫുള്ളായിട്ട് പോയി. ബാക്കി എത്രയുണ്ട്? ഓക്കെ, 150. ഓക്കെ, സോ ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇതും കട്ട് ചെയ്ത് പോയി. ക്ലിയർ? നമുക്ക് എത്ര എഴുതാം? ഇത് പോയി. 600ൽ 4 എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞു? 150 പ്രാവശ്യം. കിട്ടിയല്ലോ. ബാക്കി എന്ത് എഴുതാം? ഒന്നുകൂടെ എഴുതേണ്ട കാര്യമില്ല. 1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ. സോ 230 ഇൻറ്റു 150 ഈക്വൽ ടു, അത് ചെയ്ത് നോക്കാം. 230 ഇൻറ്റു
150 ഇസ് ഈക്വൽ ടു 0 0 0 0 15 5 ബാക്കി 1 10 1 11 0 2 സോറി 3 2 0 0 5 4 3 3 4 5 ഉത്തരം വരുന്ന നോക്കിക്കേ 3450 ജൂൾ 34,500 ജൂൾ. ഇതാണ് ഉത്തരം. യെസ്, 34,500 ജൂൾ. കിട്ടിയോ? മനസ്സിലായോ? നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്തു നോക്കണം കേട്ടോ. ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരുമിച്ച് ചെയ്തു നോക്കാം. ആരെന്താ ആദ്യം കഴിയാൻ നോക്കാം. സോ വി ഗോട്ട് ദി ആൻസർ. 34,500 ജൂൾ ആണ് ഉത്തരം വരുന്നത്.